ശ്രീ സന്ദീപ് വാര്യർ, ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. രാവിലെ നമ്മൾ പുറത്തുവിട്ട രേഖകൾ പ്രകാരം CPM-ന്റെ മാവിലായി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50,000 രൂപയാണ് CPM ലോക്കൽ കമ്മിറ്റിക്ക് നൽകിയത് സുവനീറിൽ പരസ്യം പ്രസിദ്ധീകരിക്കാൻ. ഇപ്പോൾ വീണ്ടും പുതിയ കണക്കുകൾ പുറത്തു വരികയാണ്. ഈ സർക്കാർ ഖജനാവിൽ നിന്ന് CITU സംസ്ഥാന സമ്മേളനത്തിന് നൽകിയിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ഇതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ ജനൻ TV പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മള് അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കണ്ടാൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് നടക്കുന്ന ഈ തൊഴിലക്രമങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം, ഏതൊക്കെ തരത്തിൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം ഒരു നാടിന്റെ പുരോഗമനത്തെ ബാധിക്കുന്നു എന്നൊക്കെ കണക്കാക്കാൻ ധാരാളം ടൂറിസ്റ്റുകൾ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂട്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ഈ CITU-ന്റെ സമ്മേളനത്തിനൊക്കെ പണം കൊടുത്ത് സഹായിച്ചത്. ഏത് വകുപ്പിലാണ് കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ നോക്ക്, എന്ത് ദൗർഭാഗ്യകരമാണ് അവസ്ഥ എന്ന് പറയുന്നത്. നാട്ടിന്റെ പൊതു മുതലെടുത്ത് ഈ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ അടക്കം നിരുത്സാഹപ്പെടുത്തുന്ന, കേരളത്തിൽ വരുന്ന നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഘടനയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതിനൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. വളരെ ഈ കേരളത്തിന്റെ പ്രത്യേകിച്ച് ധനകാര്യസ്ഥിതി വളരെ മോശമായിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുഖജനാവിലെ പണമെടുത്തിങ്ങനെ ധൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് CITU പോലെ കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കാൻ വേണ്ടി എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ വ്യവസായ മേഖലയെ ചൗപ്പറമ്പാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള, വളരെ പ്രതിലോമകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സംഘടനയ്ക്ക് സർക്കാരിന്റെ പണം കൊടുക്കുന്നതില് ഒന്ന് ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, രണ്ട് നിയമപരമായ പ്രശ്നമുണ്ട്. ഇതിന് രണ്ടിനും സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകും. ശ്രീ സന്ദീപ് വാര്യർ, നാളെ ബജറ്റാണ്. ഇതിന്റെ ഭാരം കൂടി ഇനി അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരിലേക്കാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ക്ഷേമ പെൻഷൻ നൽകണമെന്നാണ്. ഇത്തരത്തിൽ ഈ ടൂറിസം വകുപ്പിനുൾപ്പെടെ കോടികൾ നൽകുകയും പിന്നീട് അത് പാർട്ടി സംവിധാനങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ അതിന്റെ ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരിൽ തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും നാളത്തെ ബജറ്റ് സംബന്ധിച്ച് കേരളത്തിന് എന്താ ഉള്ളത്? കേരളത്തിന്റെ വരവ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. നികുതി വരുമാനം ഇവിടെ വാസ്തവത്തിൽ പ്രതീക്ഷിച്ചത്ര വരുന്നില്ല. നികുതി വർധനവ് പ്രതീക്ഷിച്ചത്ര ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ സർവത്ര കടമെടുത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരിക്കുന്നു. ഇവിടുത്തെ KSRTC എന്ന് പറയുന്ന പൊതുഗതാഗത സംവിധാനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം 900 കോടി രൂപയുടെ കടക്കണിയിലകപ്പെട്ട് ഇനി കേരള ഖജനാവിന് 1 രൂപ പോലും കൊടുക്കാൻ എന്ന് ചീഫ് സെക്രട്ടറി തന്നെ കോടതിയിൽ പോയി സത്യവാങ്മൂലം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ക്ഷേമ പെൻഷനുകളിൽ 5-6 മാസക്കാലമായി മുടങ്ങുന്നു. അത്തരത്തിൽ കേരളത്തിലെ സമസ്ത മേഖലകളിലും, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മുടെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ പാടെ തകർന്നിരിക്കുന്നു. സർക്കാർ ആശുപത്രികൾ മരുന്നില്ല. ഒപ്പം നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾ മുഴുവൻ പണമില്ലാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റില്ല. അത്തരമൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അവിടെയാണ് ഈ ധൂർത്തും ധാരാളിത്തവും പാർട്ടി പോഷക സംഘടനകൾക്ക് പണമെടുത്ത്, സർക്കാർ ഖജനാവിലെ പണമെടുത്ത് കൊടുക്കുന്നതൊക്കെ നടക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയല്ലേ? ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി പിച്ചച്ചട്ടി എടുത്ത് നടക്കുന്ന 1600 രൂപയ്ക്ക് വേണ്ടി സർക്കാരിന്റെ വാതിൽക്കൽ പോയി സമരം ചെയ്യേണ്ടി വരുന്ന, പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുന്ന ഈ 10,000 പാവപ്പെട്ട മനുഷ്യരെ വെല്ലുവിളിക്കുകയല്ലേ ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ഈ സമയം പ്രതികരിച്ചതിന്.